മലയാള സിനിമയിൽ നിന്ന് ഇന്റർനാഷണൽ ലെവൽ എടുത്തു കാണിക്കാൻ പറ്റിയ ക്ലാസിക് മാസ്റ്റർ പീസ്. ഭരതൻ പത്മരാജൻ സിനിമകൾ ഈ കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്തതുപോലെയുള്ള കാഴ്ചാനുഭവം തന്നെയാണ് ഈ ചിത്രം. ബാഹുൽ രമേഷിന്റെ കഥയുടെ എഴുത്തിന്റെ തലപ്പൊക്കവും ദിൻജിത്തിന്റെ ഗംഭീര ഡയറക്ഷനും കൂടി സൃഷ്ടിക്കുന്ന മാജിക് അത് കണ്ടു തന്നെ അറിയണം. സീനിയർ നടന്മാരായ അശോകൻ, വിനീത്, നരേൻ എന്നിവരുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നടൻ വിനീതിന്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. യുവനടൻ സന്ദീപ് പ്രദീപിന്റെ മുൻനിരയിലേക്കുള്ള വരവിന്റെ സാക്ഷ്യം കൂടിയാണ് എക്കോ എന്ന ഈ ചിത്രം. മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂരജിന്റെ എഡിറ്റിംഗും സിനിമയ്ക്ക് നൽകുന്ന എലവേഷൻ വളരെ വലുതാണ്. നമ്മളെ വേറൊരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെയുള്ള ഛായാഗ്രഹണവും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബോണ്ടിങ് എടുത്തു വച്ചിരിക്കുന്ന രീതിയും വളരെ പ്രശംസനീയമാണ്. പിന്നെ മലയാളത്തിന് പുറത്തുള്ള നടീനടന്മാരുടെ പ്രകടനങ്ങളും പറയാതിരിക്കാൻ വയ്യ. രോമാഞ്ചം നൽകുന്ന ക്ലൈമാക്സും പടത്തിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. കിഷ്കിന്ധാകാന്ഡത്തിന് കിട്ടാതെ പോയ പുരസ്കാരങ്ങൾ പലിശ സഹിതം അടുത്ത വർഷം നേടിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എക്കോ എന്ന ഈ സിനിമ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഒരിക്കലും മിസ്സാക്കരുത്.